പറഞ്ഞോളൂ. ഓക്കെ, കുട്ടികളും ജോയിൻ ചെയ്ത് കഴിഞ്ഞിരിക്കണോ? എല്ലാവരും കഴിഞ്ഞു സാറേ. ഓക്കെ, ഇപ്പൊ ഡെസ്ക്ടോപ്പ് കിട്ടുന്നുണ്ടാവില്ല അല്ലെ? ഇല്ല, കിട്ടുന്നില്ല. അതിന് ഷെയർ സ്ക്രീൻ ചെയ്യും. One second. Okay, now it's okay, I think. ഓക്കെ ആണല്ലോ? സ്ക്രീൻ ഷെയർ ചെയ്യാം സാറേ. ഓക്കെ ഓക്കെ. Screen sharing. Okay, now it's correct. Okay, കേൾക്കാമല്ലോ അല്ലേ സർ? ഓക്കെ, റൈറ്റ്. ഇപ്പൊ ഇത്ര നേരം പറഞ്ഞത് ക്ലിയർ ആണല്ലോ? കുട്ടികൾക്കും ക്ലിയർ ആണല്ലോ? സാറിന് എന്തെങ്കിലും ഫീഡ്ബാക്ക് കിട്ടിയായിരുന്നോ?
എഫക്റ്റീവായെന്ന് പറഞ്ഞു. ക്ലാസ് എഫക്റ്റീവാന്ന് പറഞ്ഞിട്ടുണ്ട്. Okay. Now continue to the second step, presentation. അപ്പോൾ ഈ പ്രസന്റേഷനിലാണ് നമ്മൾ വിവിധ രീതിയിലുള്ള ലേണിംഗ് മെത്തേഡ്സ് അല്ലെങ്കിൽ ടീച്ചിങ് മെത്തേഡ്സ്. അപ്പോൾ ടീച്ചിങ് മെത്തേഡ്സ് നമ്മൾ പറയാറില്ല, കാരണം ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഇസ് ടുഗദർ പാർട്ടാണ്. അപ്പോൾ ലേണിംഗിനാണ് പ്രാധാന്യമുള്ളത്. ലേണിംഗ് മെത്തേഡ്സ് നമ്മൾ പറയുന്നു, അതിന് കാരണമുണ്ട്, അതിലേക്ക് ഞാൻ വരാം. ആ പ്രസന്റേഷന്റെ സ്റ്റെപ്സ് പറയുമ്പോൾ അതിന് മുന്നേ ഈ സ്റ്റെപ്സ് കംപ്ലീറ്റ് ആക്കാം. ദെൻ കമ്പാരിസൺ ആൻഡ് അസോസിയേഷൻ. ഈ ഒരു സ്റ്റെപ്പിന്റെ പ്രത്യേകത, നമ്മളിപ്പോൾ ഇന്ന് ലേൺ ചെയ്ത പുതിയ കണ്ടന്റ് നമ്മൾ പണ്ട് പഠിച്ച മറ്റെന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാനുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇന്ന്, എനിക്ക് സയൻസിന്റെ എക്സാമ്പിൾ, ഞാൻ സയൻസ് സ്റ്റുഡന്റ് ആയതുകൊണ്ട് സയൻസിന്റെ എക്സാമ്പിൾസ് ആണ് വരുന്നത്. ഇപ്പൊ ഇന്ന് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത് ഒരു ആറ്റം മോഡലിനെ കുറിച്ചാണെങ്കിൽ, ഈ ആറ്റം മോഡൽ മുന്നേ പഠിച്ച വേറെ ഏതെങ്കിലും ആറ്റം മോഡലായിട്ട് കമ്പയർ ചെയ്യുന്നു. ഇന്ന് പഠിക്കുന്നത് ഒരു സോഷ്യൽ സ്ട്രക്ചർ ആണെങ്കിൽ മുന്നേ പഠിച്ച മറ്റൊരു സോഷ്യൽ സ്ട്രക്ചറുമായിട്ട് തന്നെ കമ്പയർ ചെയ്യുന്നു എന്ന രീതിയിൽ നമ്മൾ അതിനെ കമ്പയർ ചെയ്തിട്ട് ഈ പുതിയ നോളജിനെ പഴയ ഏതെങ്കിലും ഭാഗത്ത് ഫിക്സ് ചെയ്യാനുണ്ടെങ്കിൽ, കുട്ടിയുടെ ബ്രെയിനിലേക്ക് ഫിക്സ് ചെയ്യാനുണ്ടെങ്കിൽ അതിനുള്ള പറ്റുന്ന ഒരു ചെറിയ പ്രസന്റേഷൻ ആണ്. നമ്മുടെ ഒരു 1 hour ക്ലാസ്സിലെ ഒരു 40 മിനിറ്റ്സും പ്രസന്റേഷൻ ആണ് വരിക. ഈ കമ്പാരിസൺ ആൻഡ് അസോസിയേഷൻ എന്ന് പറയുന്ന ഭാഗം ചെറിയൊരു പാർട്ടാണ്. ഏതാണ്ട് ഒരു 10 മിനിറ്റ്സ് 15 മിനിറ്റ്സിൽ ഫിനിഷ് ചെയ്യേണ്ട ഒരു പാർട്ടാണ് കമ്പാരിസൺ ആൻഡ് അസോസിയേഷൻ എന്ന് പറയുന്ന ഭാഗം. നമ്മൾ മുന്നേ പഠിച്ച ഭാഗത്ത് ഏതാണ് ഇതിന് മാച്ച് വരുന്നത് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ദെൻ ജനറലൈസേഷൻ. അത് എല്ലാ ക്ലാസ്സിലും വരണമെന്നില്ല ജനറലൈസേഷൻ, കാരണം നമ്മളിപ്പോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് പറഞ്ഞിട്ടിരിക്കുകയാണെങ്കിൽ ഈ സോഷ്യൽ സ്ട്രക്ചറുകളുടെ അവസാനം, ഈ സോഷ്യൽ സ്ട്രക്ചറുകളുടെ ടോപ്പിക് അവസാനിക്കുന്ന ക്ലാസ്സിലായിരിക്കും നമുക്ക് ജനറലൈസേഷൻ വരാം. എന്താണ് സോഷ്യൽ സ്ട്രക്ചറുകൾക്ക് പൊതുവായിട്ട് കാണുന്ന പ്രത്യേകത, എന്തുകൊണ്ടാണ് ഇതിനെ സോഷ്യൽ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്, മറ്റ് യൂണിറ്റിൽ നിന്ന്, സോഷ്യൽ യൂണിറ്റിൽ നിന്ന് സോഷ്യൽ സ്ട്രക്ചറിലുള്ള ഡിഫറൻസ് എന്താണ് എന്ന രീതിയിൽ നമ്മൾ ജനറലൈസ് ചെയ്യുക എന്ന് പറയുന്നതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞ ആറ്റത്തിന്റെ മോഡലിന്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ ഡിഫറെന്റ് മോഡൽസും അവതരിപ്പിച്ചതിന് ശേഷം ഈ മോഡലുകളിലൊക്കെ കാണുന്ന ഒരു കോമൺ ഫീച്ചർ എന്താണ് എന്ന് പറയുന്നതാണ് ഈ ജനറലൈസേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജ്. അത് അഗൈൻ ഒരു 5 to 10 മിനിറ്റ്സിനുള്ളിൽ ഫിനിഷ് ചെയ്യേണ്ട ഒരു ഏരിയ തന്നെയാണ് ജനറലൈസേഷൻ. ദെൻ അഗൈൻ അപ്ലിക്കേഷൻ. എന്താണ് നമ്മൾ ഈ പഠിച്ച ഭാഗത്തിന്റെ ഫ്യൂച്ചർ അപ്ലിക്കേഷൻ, നമുക്ക് ലൈഫിൽ അതെങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ നമ്മുടെ നോളജ് ഫീൽഡിൽ അതെങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ ഒരു റിവ്യൂ അല്ലെങ്കിൽ റീക്യാപിറ്റുലേഷൻ എന്ന് പറയുന്നത് എല്ലാ ക്ലാസ്സിലും ചെയ്യാവുന്നതാണ്. പരമാവധി ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ടീച്ചേഴ്സ് ചെയ്തിട്ടുണ്ട്, വലിയ ക്ലാസ്സിലും ചെയ്യാവുന്നതാണ്. നമ്മളൊരു 1 hour ക്ലാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു സമ്മപ്പാണ് ഈ റീക്യാപിറ്റുലേഷൻ. നമ്മൾ വളരെ കുറച്ച് സമയം കൊണ്ട്, ഞാൻ ഇന്ന് ക്ലാസ് തുടങ്ങിയത് ഇന്ന ടോപ്പിക്കിൽ നിന്നാണ്, ഇന്ന കാര്യങ്ങളാണ് നമ്മൾ പ്രസന്റ് ചെയ്തത് എന്ന് പറയുന്ന ഒരു റിവ്യൂ എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ് ലാസ്റ്റുള്ളത്. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് കടന്നു പോകുന്നത് ക്ലാസിന്റെ ഒരു ഓർഡർ നന്നാക്കാൻ നല്ലതായിരിക്കും. നമുക്ക് ലെസൺ പ്ലാനിങ് എന്ന് പറയുന്ന സ്റ്റെപ്പ് ഇല്ലെങ്കിലും നമ്മുടെ ക്ലാസ്സിന് ഇങ്ങനെ ഒരു ഓർഡർ ചെയ്യുക. എന്താണ് അതിന്റെ യൂസ്? ചിലപ്പോൾ ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന പാർട്ട് ഓരോ ടോപ്പിക്കിന്റെ കൂടെയും ചേർന്ന് പോകും. കാരണം ഞാൻ നേരത്തെ ക്വിസിസ് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അത് നിങ്ങൾക്ക് ക്ലാസ്സിൽ വേണമെങ്കിൽ കുട്ടികളെ ലൈവ് ആക്കാൻ ഉപയോഗിക്കാം. അതിന്റെ ആപ്ലിക്കേഷൻ അവിടെ പറഞ്ഞു. എന്നുവെച്ചാൽ നമുക്ക് ക്ലാസിന്റെ സബ് കമ്പോണൻസിന്റെ അടുത്ത് തന്നെ ആപ്ലിക്കേഷൻ പറഞ്ഞു. ആപ്ലിക്കേഷൻ ലാസ്റ്റ് സ്റ്റേജിലേക്ക് വെക്കണം എന്നില്ല, എന്നാലും ഈ സ്റ്റെപ്പ് ക്ലാസ്സിൽ ഉണ്ടാവണം. പക്ഷെ റീക്യാപിറ്റുലേഷൻ എന്തായാലും ക്ലാസിന്റെ ലാസ്റ്റിലേ പോകും. ക്ലിയർ ആണല്ലോ? ഇതിൽ കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞ ഒരു ഭാഗം ഉണ്ടായിരുന്നു. അത് ഏതാണെന്ന് എല്ലാവരും ഒരു നോട്ട് പാഡിൽ ഒന്ന് ടൈപ്പ് ചെയ്യാമോ, ചാറ്റ് വിൻഡോയിൽ ഒന്ന് ടൈപ്പ് ചെയ്യാമോ? ഞാൻ ഈ സ്റ്റെപ്പുകളിൽ ഒരു സ്റ്റെപ്പ് മാത്രം കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അത് ഏത് സ്റ്റെപ്പാണെന്നുള്ളത് എനിക്കൊരു ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. ഏത് സ്റ്റെപ്പാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞത്? ഓക്കെ, താങ്ക് യു. പ്രസന്റേഷൻ ആണെന്നുള്ള ഒരു ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട്. അശ്വതിയും പ്രസന്റേഷൻ ആണെന്ന് പറഞ്ഞു. റൈറ്റ്, പ്രസന്റേഷനിലേക്ക് നമുക്ക് പോവാം. ഇപ്പൊ ഈ സ്ലൈഡ്, ഇത് സ്ലൈഡ് ഷെയറിൽ കിടക്കുന്ന ഒരു സ്ലൈഡ് ഷെയർ ആണ്. ഐ മീൻ, പക്ഷെ അതില് ഫസ്റ്റില് 7ാമത്തെ സ്ലൈഡ് തൊട്ടിട്ട് ഇനി 17 സ്ലൈഡ് ഉണ്ട്. ഈ സ്ലൈഡുകൾ മുഴുവൻ നിങ്ങൾ ഇനി വായിച്ച് പഠിക്കണമെന്നൊന്നുമില്ല, സ്ലൈഡ് കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. ഇതിപ്പോ ഇത് തിയററ്റിക്കലായിട്ട് ഇത് പഠിക്കാനുണ്ടെങ്കിൽ മാത്രമാണ് ഈ സ്ലൈഡ് ഷെയറിലെ ഈ ടോപ്പിക് ഉപയോഗമുള്ളൂ. വാട്ട് ഈസ് പ്രസന്റേഷൻ? നമുക്ക് BEd സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അങ്ങനെയുള്ളൊരു പഠിച്ചാൽ മതി. നമുക്കൊരു പ്രാക്ടിക്കൽ പർപ്പസിന് ഈ സ്ലൈഡ് മൊത്തം പഠിക്കണമെന്നില്ല. അതിന്റെ ലിങ്ക് ഞാൻ നമ്മുടെ ചാറ്റ് വിൻഡോയിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് പിന്നീട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി പ്രസന്റേഷനിലേക്ക് പോകാം. പ്രസന്റേഷൻ എന്ന് പറയുന്ന സ്റ്റേജ് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് നേരിട്ട് സംവദിച്ച് പറയാം, അല്ലെങ്കിൽ അഗൈൻ മറ്റൊരു സ്ലൈഡ് ഷെയറിലേക്ക് പോയിട്ട് ഇവിടെ പറയാം. ടീച്ചിങ് മെത്തേഡ്സ്. എങ്ങനെയാണ് ഈ പ്രസന്റേഷൻ നടക്കുന്നത്? പ്രസന്റേഷൻ നടക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രീതികളെ വിളിക്കുന്ന പേരാണ് ടീച്ചിങ് മെത്തേഡ്സ് അല്ലെങ്കിൽ ലേണിംഗ് മെത്തേഡ്സ്. ഇതിന്റെ ലിസ്റ്റ് കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട, ഇത് ഒരു വളരെ വാസ്റ്റ് ആയിട്ടൊരു ലിസ്റ്റ് തന്നെ കാണാം. സി,
എന്താണ് ടീച്ചിങ് മെത്തേഡ്സ്. ഈ പ്രസന്റേഷനിൽ ഇതൊക്കെ എല്ലാം ഉണ്ട്, ഇതെല്ലാം നമുക്ക് ആവശ്യമില്ല. ബട്ട് ഇതില് ഈ ടീച്ചിങ് മെത്തേഡ്സിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു നോക്കാം. ടീച്ചിങ് സ്ട്രാറ്റജീസ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഈ ക്ലാസിഫിക്കേഷൻ നോക്കാം. ടീച്ചർ കൺട്രോൾഡ് ടീച്ചിങ്, ഇന്ററാക്റ്റീവ് പ്രൊസീജിയർ, ലേണിംഗ് കൺട്രോൾഡ് ടീച്ചിങ്, ഗ്രൂപ്പ് കൺട്രോൾഡ് ടീച്ചിങ്, ക്ലിനിക്കൽ ടീച്ചിങ് മെത്തേഡ്സ് എന്ന് പറയുന്ന ഡിഫറെന്റ് ടീച്ചിങ് മെത്തേഡ്സ് ഉണ്ട്. ഇതിൽ ടീച്ചർ കൺട്രോൾഡ് ടീച്ചിങ് ആയിരുന്നു വളരെ പഴയ കാലത്ത് സ്കൂളുകളിൽ നടന്നിരുന്ന ഒരു രീതി. പക്ഷെ അവിടെ നിന്ന് പിന്നീട് മാറി ഇന്ററാക്റ്റീവ് പ്രൊസീജിയർ ഓഫ് ടീച്ചിങ്. ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കും, കുട്ടികൾ ആൻസർ പറയും, അങ്ങനെ ഒരു ഡിസ്കഷൻ മെത്തേഡ് വന്നു ഇന്ററാക്റ്റീവില്. ലേണിംഗ് കൺട്രോൾഡ് അഥവാ ലേണർ കൺട്രോൾഡ് ടീച്ചിങ്ങില് ടീച്ചറുടെ പ്രസൻസ് വളരെയധികം മിനിമൈസ് ചെയ്തു, സെൽഫ് സ്റ്റഡിക്കാണ് ഇമ്പോർട്ടൻസ്. ഗ്രൂപ്പ് കൺട്രോൾഡ് ടീച്ചിങ്, ഇപ്പൊ ക്ലാസ്സിലെ ടീച്ചേഴ്സ് ചെയ്യുന്നത് ഏതാണ്ട് ഈ ഒരു മെത്തേഡാണ്, ഗ്രൂപ്പ് കൺട്രോൾഡ് ടീച്ചിങ്. അവിടെ ഒരു ഗ്രൂപ്പ് ലീഡറുടെ പൊസിഷനിലേക്ക് ടീച്ചർ മാറുന്നു. ഇത് സ്കൂൾ ലെവലിലെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. സ്കൂൾ ലെവലിൽ തിയററ്റിക്കലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റെപ്പാണ് ഞാൻ പറയുന്നത്. പ്രാക്ടിക്കലി പക്ഷെ ഇങ്ങനെയല്ല നടക്കുന്നത്. പ്രാക്ടിക്കലി അഗൈൻ ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ടീച്ചർ കൺട്രോൾഡ് മെത്തേഡുകൾ നടക്കാറുണ്ട്. ഇതിൽ ടീച്ചർ കൺട്രോൾഡ് മെത്തേഡ്സിന് എക്സാമ്പിൾ ആണ് നമ്മൾ മുന്നേ പരിചയപ്പെട്ടിട്ടുള്ള ലെക്ചർ മെത്തേഡ്. എന്നുവെച്ചാൽ നമ്മൾക്ക് എപ്പോഴും നമ്മൾ കോളേജ് ടീച്ചേഴ്സ് ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അപ്പൊ പറയാ ലെക്ചർ മെത്തേഡ് എന്നാണ്. കോളേജ് ടീച്ചേഴ്സിനെ വിളിക്കുന്ന പേര് തന്നെ ലെക്ചറർ എന്നായിരുന്നു പണ്ട്. അങ്ങനെ വിളിക്കാനുള്ള ഒരു കാരണം തന്നെ ലെക്ചർ മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. ദാറ്റ് ഈസ് ആക്ച്വലി നോട്ട് എ ഗുഡ് മെത്തേഡ്. എങ്കിലും കുറെ അധികം കണ്ടന്റ് തീരാനുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ ട്രാൻസാക്ട് ചെയ്യാനെല്ലാം ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ലെക്ചർ മെത്തേഡ്. ടീച്ചർ ആണ് സെൻട്രലിൽ നിന്നിട്ട് കുട്ടി പാസീവ് ആയിട്ടിരിക്കുന്ന ഒരു പൊസിഷനിൽ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെയുള്ള ഒരു പ്രോസസ്സാണ് ലെക്ചർ മെത്തേഡ്. ഡെമോൺസ്ട്രേഷൻ മെത്തേഡിൽ അതിൽ എന്തെങ്കിലും കൂടി ഡെമോൺസ്ട്രേറ്റ് ചെയ്യണ്ടാവും. ലെക്ചർ ഡെമോൺസ്ട്രേഷൻ മെത്തേഡിനോട് കമ്പൈൻ ചെയ്തിട്ട് ഉപയോഗിക്കും. ദെൻ ടീം ടീച്ചിങ് മെത്തേഡ് ഉണ്ട്, ഒന്നിലധികം ടീച്ചേഴ്സ് കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ്. ദെൻ ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ, അതിൽ ഓരോ കുട്ടിക്കും സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിൽ പക്ഷെ ടീച്ചർ തന്നെയാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. ആ കുട്ടിയെ ഓരോ ഇൻഡിവിജ്വൽ കുട്ടിയെയും കൺസിഡർ ചെയ്തുകൊണ്ട് ടീച്ചർ സെന്റേഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ദെൻ ഹിസ്റ്റോറിക്കൽ മെത്തേഡ്, അത് ഹിസ്റ്ററി പഠിപ്പിക്കാൻ തന്നെ, ചില ഹിസ്റ്ററിയിൽ മാത്രമല്ല കെമിസ്ട്രിയിലോ നമ്മുടെ സബ്ജക്റ്റിലോ ഒക്കെ പറ്റും. എന്നുവെച്ചാൽ അതിന്റെ ഒരു കാര്യത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ അതിന്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ പ്രസന്റ് ചെയ്ത് പോകുന്ന രീതിയാണ് അതിൽ വരുന്നത്. ദെൻ ഇന്ററാക്റ്റീവ് മെത്തേഡിലാണ് ഏറ്റവും നല്ലൊരു മെത്തേഡ് ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡ്. ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, കുട്ടി ഉത്തരം പറയുന്നു, കുട്ടിയുടെ ഉത്തരത്തിന് അഗൈൻ ഡെവലപ്പ് ചെയ്യുന്നു എന്ന രീതിയിലുള്ള മെത്തേഡുകളൊക്കെ ഉണ്ട്. ഇനി മെത്തേഡുകളുടെ ലിസ്റ്റ് വളരെ വാസ്റ്റ് ആണ്. ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കിയാൽ മതി. പക്ഷെ ഞാൻ പറയുന്ന ഒരു വലിയ മാറ്റം, ആ മാറ്റം നിങ്ങൾ അറിയണം. കാരണം ലേണിംഗ് തിയറിയിൽ ഉണ്ടായിരുന്ന ഒരു മാറ്റം, ഞാനിപ്പോ ഇതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ലേണിംഗ് തിയറിയിൽ ഉണ്ടായൊരു മാറ്റം പറയാം. നോളജ് ഈസ് നോട്ട് ട്രാൻസ്മിറ്റഡ് ഓർ ട്രാൻസ്ഫർ ഫ്രം ദ ടീച്ചർ ടു ദ സ്റ്റുഡന്റ്. ടീച്ചറിൽ നിന്ന് കുട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഒന്നല്ല ലേണിംഗ്, ബട്ട് നോളജ് ഈസ് കൺസ്ട്രക്റ്റഡ് എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ട്. നമ്മൾ നേരത്തെ ബ്ലൂമിന്റെ ടാക്സോണമിയിൽ കണ്ടപ്പോൾ ഏറ്റവും മുകളിലായിട്ട് കണ്ടത് ക്രിയേറ്റ് എന്ന് പറയുന്ന എലമെന്റ് ആണ്. ക്രിയേറ്റ് മീൻസ് ദ സ്റ്റുഡന്റ് ക്യാൻ, ദ ലേണർ ക്യാൻ ക്രിയേറ്റ് എ നോളജ്. ഈ ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് ലോകത്ത് അവതരിപ്പിച്ചത് വൈഗോട്സ്കി എന്ന് പറയുന്ന റഷ്യൻ ഫിലോസഫറാണ്. അതുകൂടാതെ പിയാഷയും ബ്രൂണറും ഏതാണ്ട് ഇതിനോട് യോജിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് തരത്തിലുള്ള പിയാഷയുടെയും ബ്രൂണറുടെയും കാഴ്ചപ്പാട് ചെറിയൊരു വ്യത്യാസമുണ്ട് വിഗോട്സ്കിയിൽ നിന്ന്. വിഗോട്സ്കി പറഞ്ഞത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ്. ബ്രൂണറും പിയാഷയും പറഞ്ഞത് കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം. നോളജ് ഈസ് കൺസ്ട്രക്റ്റഡ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട് എന്താ പറയുക, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ച് നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. നമ്മളെ പഠിപ്പിച്ച ടീച്ചറാണ് അല്ലെങ്കിൽ ബുക്കാണ്. ആ ടീച്ചർക്ക് വേറൊരു ബുക്കിൽ നിന്നാണ് നോളജ് കിട്ടിയത്, ആ ബുക്ക് എഴുതിയ ആൾക്ക് വേറെ ബുക്കിൽ നിന്ന്. പക്ഷെ നമ്മളിതിങ്ങനെ അന്വേഷിച്ച് പോയാൽ അവസാനം എത്താം ഇത് ഈ നോളജിന്റെ പ്രൈം സോഴ്സ് എന്ന് പറയുന്നത് ഐസക് ന്യൂട്ടൻ ആണ്. ഇനി ഐസക് ന്യൂട്ടനോട് ചോദിക്കുക ഈ നോളജ് എവിടെ നിന്നാണ് കിട്ടിയെന്ന് വെച്ചാൽ, നമുക്ക് കേട്ടിട്ടുള്ള ഒരു തമാശയ്ക്ക് പറയുന്ന ഒരു കഥയുണ്ട്, ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണപ്പോഴാണ് വന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ന്യൂട്ടന്റെ തലയിലല്ലല്ലോ ആദ്യമായിട്ട് ആപ്പിൾ വീണത്. ന്യൂട്ടന് മുന്നേ എത്രയോ ആൾക്കാരും തലയിൽ ആപ്പിൾ വീണിട്ടുണ്ട്. അപ്പൊ ആപ്പിൾ വീണുക എന്ന് പറയുന്ന എക്സ്പീരിയൻസ് നിന്നല്ല നോളജ് ഉണ്ടായത്, പിന്നെ എവിടെ നിന്നാണ്? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് ഒരു നോളജ് ഉണ്ടാവുന്നത്? നോളജ് ഈസ് ക്രിയേറ്റഡ് വിതിൻ ദ ബ്രെയിൻ, വിതിൻ ദ മൈൻഡ് ഓഫ് ദ ലേണർ. അവിടെ ന്യൂട്ടന്റെ മൈൻഡിലാണ് ആദ്യമായിട്ടൊരു ഐഡിയ സ്ട്രൈക്ക് ചെയ്യുന്നത്. എർത്ത് ഹാസ് ദ കപ്പാസിറ്റി ടു അട്രാക്ട് എവറിത്തിങ് ടുവാർഡ്സ് ദ സെന്റർ എന്ന് പറയുന്ന ആ ഐഡിയ ജനറേറ്റ് ചെയ്യപ്പെടും. അതിനുള്ള സിറ്റുവേഷൻ മുഴുവൻ അതിന് മുന്നേയും ഉണ്ടായിരുന്നു. പക്ഷെ ആ തിങ്കിങ് പ്രോസസ് അല്ലെങ്കിൽ ആ ഐഡിയ ഇഗ്നൈറ്റ് ചെയ്തത് അദ്ദേഹത്തിന്റെ മൈൻഡിലായിരുന്നു. ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ ക്ലാസ് മുറികളിൽ ഇനി ഉള്ള കാലത്ത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്ന ലേണിംഗ് മെത്തഡോളജിയുടെ പ്രധാന പ്രത്യേകത. ആ കൺസ്ട്രക്റ്റിവിസത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന
മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്നൊക്കെ പറയുന്നത്, ഒന്ന് ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഒക്കെ വരുന്ന ഇന്ററാക്റ്റീവ് പ്രൊസീജിയർ നമുക്ക് ഉപയോഗിക്കാം. അതായത് നമ്മൾ ഇനി അവോയ്ഡ് ചെയ്യേണ്ട മെത്തേഡ്സ് ആണ് ലെക്ചർ മെത്തേഡ്, ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് ഒക്കെ പറയുന്ന ഈ പഴയ മെത്തേഡുകളെല്ലാം നമുക്ക് അവസാനിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്ററാക്റ്റീവ് മെത്തേഡുകളിലേക്കോ, ഇതൊരു കാറ്റഗറിയാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ലേണിംഗ് മെത്തേഡ്. സെൽഫ് ലേണിംഗ് മെത്തേഡ് കുട്ടികൾക്കുള്ള പ്രോഗ്രാംസും പിന്നെ നമ്മൾ നേരത്തെ ചെയ്യുന്ന എന്താ പറയാ ലേണിംഗ് ഗെയിംസും സെൽഫായിട്ട് സ്റ്റഡി ചെയ്യാനുള്ള മെറ്റീരിയൽസ് ആണ് നമ്മുടെ ബൈജൂസ് ആപ്പ് ഒക്കെ പോലെയുള്ള ആപ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഈ മെത്തേഡുകളിലൂടെ വന്നോട്ടെ. കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ, ലാബറട്ടറി മെത്തേഡ്, അസൈൻമെന്റ്, നമുക്ക് ഇതും ക്ലാസ്സിൽ ഉപയോഗിക്കാം, ക്ലാസ്സിലല്ല കോളേജുകളിൽ ഉപയോഗിക്കാം, ബട്ട് അതെല്ലാ ഏരിയയിലും പറ്റില്ല. പക്ഷെ നമ്മൾ ക്ലാസ്സിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തേഡ്സ് ഒരു വലിയ കാറ്റഗറി ഇന്ററാക്റ്റീവ് പ്രൊസീജിയേഴ്സ് ആണ്, മറ്റൊരു കാറ്റഗറി ഈ ഗ്രൂപ്പ് കൺട്രോൾഡ് മെത്തേഡ്സ് ആണ്. ഇപ്പോ 2ാം ക്ലാസ്സിലെ കുട്ടി തൊട്ടിട്ട് പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ പ്രോജക്റ്റ് ചെയ്യാന്നുള്ളത് PG സ്റ്റുഡൻസിന്റെയോ അല്ലെങ്കിൽ MPhil സ്റ്റുഡൻസിന്റെയോ മാത്രം പണിയായിരുന്നു. ഇപ്പൊ ഗ്രാജുവേറ്റ് ലെവലില്, +2-ല്, ഹൈസ്കൂളില്, UP സ്കൂളില്, LP സ്കൂളിലും എല്ലാം കുട്ടികളും പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനൊരു കാരണം തന്നെ ഈ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് കടന്നു വന്നതാണ്. ദെൻ ഇതില് ചില കാര്യങ്ങളൊക്കെ നമ്മൾ പണ്ടും ചെയ്തിട്ടുണ്ട്, ഫീൽഡ് ട്രിപ്പ്, പക്ഷെ അതിന്റെ ഒരു ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് ചിലപ്പോൾ ഉണ്ടാവില്ല. റോൾ പ്ലേ ചെയ്തിട്ടുണ്ട്, നമ്മൾ പല നാടകങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോ റോൾ പ്ലേ ചെയ്യുന്നത് ഓരോ ക്ലാസ്സിലും തന്നെ ഈ 45 മിനിറ്റ്സിന്റെ സ്കൂൾ ക്ലാസ്സിനുള്ളിൽ തന്നെ റോൾ പ്ലേ നടക്കുന്നുണ്ട്. നമുക്ക് പക്ഷെ നമ്മുടെ കുട്ടികളുടെ മെച്യൂരിറ്റി ലെവൽ അനുസരിച്ച് ഇതിൽ ഏതാണ് നല്ല മെത്തേഡ് എന്ന് നോക്കിയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം. ഈ സ്ലൈഡ്സിൽ ഇതിനെക്കുറിച്ചുള്ള ഡിഫറെന്റ് രീതികളെ കുറിച്ചുള്ള വിശദീകരണങ്ങളുണ്ട്. ഞാനിപ്പോ ഇത്രേ പറയുന്നുള്ളൂ. പ്രസന്റേഷനിൽ നമ്മൾ എപ്പോഴും ഒന്നെങ്കിൽ ഗ്രൂപ്പ് കൺട്രോൾഡ് അല്ലെങ്കിൽ ഇന്ററാക്റ്റീവ് മെത്തേഡ്സ് ഉപയോഗിക്കാൻ ശ്രമിക്കാം. മറ്റു മെത്തേഡുകളുണ്ട്, അതിലേതാണ് നമ്മുടെ നല്ല മെത്തേഡ്സ് എന്ന് നോക്കിയിട്ട് അത് തരുവാൻ. ക്ലിനിക്കൽ ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഓരോ കുട്ടിയെയും ഗൈഡൻസ് കൊടുക്കാൻ, നമ്മളിപ്പോ വേണമെങ്കിൽ ട്യൂഷൻ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു രീതിയാണ് ക്ലിനിക്കൽ ടീച്ചിങ് മെത്തേഡ്സിൽ വരിക. ഇത് നമുക്കൊരു ക്ലാസ് റൂം ടീച്ചിങ്ങിന് പറ്റുന്ന ഒരു രീതിയല്ല. ക്ലാസ് റൂം ടീച്ചിങ്ങിന് പറ്റുന്ന 2 രീതികളാണ് ഞാൻ പറഞ്ഞത്, ഒന്ന് ഗ്രൂപ്പ് കൺട്രോൾഡ് മെത്തേഡും ഒന്ന് ഇന്ററാക്റ്റീവ് ലേണിംഗ് മെത്തേഡ്സ്. ഇത്രയാണ് എനിക്ക് പ്രസന്റേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ടീച്ചിങ് മെത്തേഡ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ആഡ് ചെയ്യാനുള്ളത്. അപ്പൊ അത് സ്ലൈഡ് ഷെയർ ചെയ്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ അതിൽ കണ്ടെത്താൻ പറ്റും. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്ലൈഡ് ഷെയറിൽ സെർച്ച് ചെയ്താൽ മതി, ഈ മെറ്റീരിയൽസ് ഒക്കെ അവിടെയുണ്ട്. ഇനിയുള്ളത് നമ്മുടെ പ്രസന്റേഷൻ സ്റ്റൈൽ ഇൻക്രീസ് ചെയ്യുന്ന കുറച്ച് എലമെന്റ്സ് ആണ്. അതിന് ടൈം ഉണ്ടാവും എന്നുള്ളത് അറിയില്ല, വേണമെങ്കിൽ അതിലേക്ക് കിടക്കണം. സാർ ഒന്ന് ഫീഡ്ബാക്ക് പറയാം. കുഴപ്പമില്ല, സാറിന്റെ കൺവീനിയൻസ് പോലെ. നമുക്ക് അതിനു വേണ്ടി ചെയ്യാവുന്ന ഒരു കാര്യം, പണ്ട് റയാൻ ആൻഡ് അലൻ ഒക്കെ ചെയ്തിരുന്ന ഒരു വർക്ക് ഉണ്ട്, മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു എലമെന്റ്. മൈക്രോ ടീച്ചിങ് എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം എന്തെല്ലാമാണ് അവരന്ന് പഠിച്ചിരുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും ഞങ്ങളൊക്കെ BEdന് പ്രാക്ടീസ് ചെയ്യിക്കുന്ന ഒരു രീതി. അത് പഠിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു രീതി എന്ന് മാത്രം കണക്കാക്കിയാൽ മതി. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ് അതിൽ വരുന്നത്. ഈ സ്കില്ലുകൾ നമ്മൾ ജനറേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, കുറേയൊക്കെ സ്കില്ലുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവും, ഈ സ്കില്ലുകൾ നമ്മൾ ജനറേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒരു ക്ലാസ്സിനെ ഹെൽപ്പ് ചെയ്യും. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ടോന്ന് അറിയില്ല, നിങ്ങളുടെ സോഷ്യോളജി ആയതുകൊണ്ട് പഠിക്കാനുണ്ടാവാൻ സാധ്യതയുണ്ട്. ബോഡി ലാംഗ്വേജ് അഥവാ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അതിലുമായിട്ട് മാച്ച് ചെയ്ത് വരാവുന്ന ഒരു ഏരിയ. ഇതില് ഒരു ടോപ്പിക് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഇതിനെ സെർച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ്, മൈക്രോ ടീച്ചിങ് സ്കിൽസ്. മൈക്രോ ടീച്ചിങ് സ്കിൽസ് നോക്കി കഴിഞ്ഞാൽ ഒരു ടോപ്പിക് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെയാണ് നല്ല ചോദ്യങ്ങൾ ചോദിക്കുക, എങ്ങനെയാണ് എക്സ്പ്ലനേഷൻ ചെയ്യാനുള്ള പ്രാക്ടീസ് കൊണ്ടുവരിക, എങ്ങനെയാണ് സ്റ്റിമുലസ് വേരിയേഷൻ. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് സ്റ്റിമുലസ് വേരിയേഷൻ. കാരണം കണ്ടിന്യൂസ് ആയിട്ട്, ഇപ്പൊ എന്റെ ഓഡിയോ മാത്രമാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്, ചിലപ്പോൾ സ്ക്രീനും കാണുന്നുണ്ടോ, ഇപ്പൊ എന്നെ കാണുന്നില്ല തോന്നുന്നു, ഞാൻ വീഡിയോ ഷെയർ ചെയ്തിട്ടില്ല. അപ്പൊ ഇത് ഷെയർ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമുക്കൊരു സ്റ്റിമുലസ് ഡിഫറൻസ് വരുന്നത്. സ്റ്റിമുലസ് ഡിഫറൻസ് സ്റ്റിമുലസ് ഡിഫറൻസ് വരണമെങ്കിൽ നമ്മൾ ഓഡിയോയുടെ കൂടെ വീഡിയോയും മറ്റ് മൾട്ടിമീഡിയകളും ഇവൻ എന്തൊക്കെ സെൻസറി സ്റ്റിമുലേഷൻ കുട്ടിക്ക് കൊടുക്കാൻ കഴിയുമോ അതെല്ലാം കൊടുക്കുന്നതാണ് സ്റ്റിമുലസ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. നമുക്ക് സാധാരണഗതിയിൽ 5 മിനിറ്റ്സിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തൊരു പർട്ടിക്കുലർ സൗണ്ട് മാത്രം ലിസൺ ചെയ്തിരിക്കാൻ കഴിയില്ല. അപ്പൊ നമുക്ക് വിഷ്വൽ ആണെങ്കിൽ കുറച്ചുകൂടി ടൈം കൂടുതൽ കിട്ടും. ഇടയ്ക്കൊന്ന് സ്വിച്ച് ചെയ്യാം,
ഒന്ന് ബ്ലാക്ക് ബോർഡിലേക്ക് പോയിട്ട് തിരിച്ചു വരാം, അല്ലെങ്കിൽ ഒന്ന് ഒരു എക്സ്പെരിമെന്റ് കഴിഞ്ഞ് തിരിച്ചു വരാം, ഒരു ഡെമോൺസ്ട്രേഷൻ കഴിഞ്ഞ് തിരിച്ചു. ഇങ്ങനെ നമ്മുടെ ക്ലാസ്സിലേക്ക് കുട്ടിയെ അറ്റൻറ്റീവ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു സ്കില്ലാണ് സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ. മറ്റു സ്കില്ലുകളെ അപേക്ഷിച്ച് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ. നിങ്ങൾ ഫോക്കസ് ചെയ്ത് നോക്കേണ്ട ഒരു സ്കില്ലാണ്. ദെൻ സ്കിൽ ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. നമ്മളിപ്പോൾ ഇന്ററാക്റ്റീവ് സ്റ്റൈലൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടിയോട് നമുക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങൾക്ക് കുട്ടിയുടെ റെസ്പോൺസ് അനുസരിച്ച് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഒരു വാക്കാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് റീഇൻഫോഴ്സ്മെന്റ്. കുട്ടി ചെയ്തത് ബെറ്റർ ആണെങ്കിൽ വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ് എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ റീഇൻഫോഴ്സ്മെന്റ് ആണ്. ഒരു കുട്ടി പറയുന്ന ഉത്തരം ടീച്ചർ റിപ്പീറ്റ് ചെയ്താൽ മാത്രം മതി. അല്ലെങ്കിൽ അഞ്ച് പറഞ്ഞു ഉത്തരം നിങ്ങൾ ശ്രദ്ധിക്കൂ എന്നൊക്കെ പറയുന്ന വാക്കുകൾ ആ കുട്ടിയെ കൂടുതൽ പറയാൻ വേണ്ടി, ചെയ്യുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യാൻ, റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന, ടീച്ചർമാർ മനഃപൂർവ്വം ഉപയോഗിക്കുന്ന ചില ടെക്നിക്കുകളെയാണ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ഇല്ലസ്ട്രേഷൻ വിത്ത് എക്സാമ്പിൾ. എപ്പോഴും നമ്മളൊരു കാര്യം വെറുതെ വേഗമായിട്ട് പറഞ്ഞു പോവാതെ, ഇന്നത്തെ പേപ്പർ നിങ്ങൾ രാവിലെ വായിച്ചോ, അതിൽ ഇങ്ങനൊരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു, ഇങ്ങനൊരു വാർത്ത ഉണ്ടായിരുന്നു, ഈ വാർത്ത നമ്മുടെ ഈ ടോപ്പിക്കുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുന്നതെന്ന് ആലോചിച്ച് നോക്കൂ എന്ന് പറയുന്നത് കുട്ടിയെ സംബന്ധിച്ച്, കാരണം ഒന്ന് ആ വാർത്ത ചിലപ്പോൾ വായിച്ച കുട്ടികളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും, അല്ലെങ്കിൽ ഇറ്റ്സ് എൻ ഇൻസിഡന്റ്, ആ ഇൻസിഡന്റിലേക്ക് ഫോക്കസ് കൊടുക്കാൻ എപ്പോഴും നല്ലതാണ് ഈ സ്കിൽ ഓഫ് ഇല്ലസ്ട്രേഷൻ വിത്ത് എക്സാമ്പിൾ എന്ന് പറയും. ദെൻ ബ്ലാക്ക് ബോർഡ് റൈറ്റ്. എനിക്കറിയില്ല ഇപ്പൊ നിങ്ങളുടെ കോളേജുകളിൽ ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത് എപ്പോഴും ടീച്ചറെ സംബന്ധിച്ച് എത്രയൊക്കെ ICTയുടെ ഡെവലപ്മെന്റ് ഉണ്ടെങ്കിലും ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു ടൂൾ തന്നെയാണ്. കാരണം നമ്മൾ ഒരു ക്ലാസ്സിൽ എടുക്കുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മുഴുവൻ നോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബ്ലാക്ക് ബോർഡ്. ആ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നോട്ട് ചെയ്യാം. നമ്മൾ മൾട്ടിമീഡിയകൾ ഉപയോഗിക്കാം, പ്രൊജക്ടർ ഉപയോഗിക്കാം, മറ്റെന്ത് പ്ലാറ്റ്ഫോം വേണമെങ്കിൽ വന്നാലും ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത് ഒരു വളരെ ബേസിക് ആയിട്ടുള്ള, അത് ചിലപ്പോൾ വൈറ്റ് ബോർഡ് ആയിട്ടുണ്ടാവാം, ചേഞ്ച്. ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് വൈറ്റ് ബോർഡ് ആയാലും കുഴപ്പമില്ല. അതിൽ എഴുതാനുള്ള ചില രീതികൾ, ബ്ലാക്ക് ബോർഡിന്റെ സ്കില്ല് പഠിക്കാൻ കുറച്ച് അധികമുണ്ട്. ഞാൻ ഒരു സൂചന പറഞ്ഞുള്ളൂ. ഇത്തരം സ്കില്ലുകൾ, കോർ ടീച്ചിങ് സ്കിൽസ് എന്നാണ് ഇത്രയും സ്കില്ലുകളെ പറയാം. ദെൻ അച്ചീവിങ് ക്ലോഷർ, ക്ലാസ് എങ്ങനെ അവസാനിപ്പിക്കണം, നമ്മൾ നേരത്തെ പറഞ്ഞ കർബഷൻ സ്റ്റെപ്സിലെ റിവ്യൂ ഓർ റീക്യാപിറ്റുലേഷൻ എന്ന് പറയുന്നത് തന്നെയാണ് അച്ചീവിങ് ക്ലോഷർ. അപ്പൊ ഇത്തരം ഒരു മേഖല കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് പഠിക്കാം. മൈക്രോ ടീച്ചിങ് സ്കിൽസ്. 1 സെക്കൻഡ്. ഞാൻ മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് കിടക്കാണ്, മൾട്ടിമീഡിയ ലേണിങ്ങിന് പറ്റുന്ന മറ്റ് പ്ലാറ്റ്ഫോമിലേക്ക്. ഇപ്പോൾ മെത്തഡോളജിയിൽ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ട് സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ടീച്ചിങ് സ്കിൽസും ഡിഫറെന്റ് ലേണിംഗ് മെത്തേഡ്സ്. ഇനി മറ്റൊരു ഏരിയയിലേക്ക് പോകുന്നു. എങ്ങനെയൊക്കെ നമുക്ക് ICT ക്ലാസ് മുറിയിലേക്ക് കൊണ്ടുവരാം. ICT മീൻസ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. എങ്ങനെയെല്ലാം നമ്മുടെ ക്ലാസ് മുറിക്ക് ഉള്ളിലേക്ക് കൊണ്ടുവരാം എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് കിടക്കാണ്. അത് ആക്ച്വലി വളരെ വാസ്റ്റ് ആണ്. ഞാനിപ്പോ ഒരു 5-6 കോഴ്സ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോഴ്സ് ചെയ്യുമ്പോഴൊക്കെ അത് 7 ദിവസത്തെ അല്ലെങ്കിൽ 8 ദിവസത്തെ കോഴ്സുകളാണ് ICTയുടെ കാര്യത്തിൽ വരുന്നത്. ഞാൻ ലീഡ് ചെയ്യുന്ന ഒരു കോഴ്സ് ഉണ്ട്, ഞാൻ അറ്റൻഡ് ചെയ്യുന്ന 3 കോഴ്സ്. ഇന്നും കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേരള മൂവ്സ് എന്ന് പറയുന്ന സൈറ്റിൽ കേരളത്തിലെ കോളേജ് ടീച്ചേഴ്സിന് വേണ്ടി ഒരു കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അഗൈൻ ഈ ഓൺലൈൻ ലേണിംഗ് എങ്ങനെ കണ്ടക്ട് ചെയ്യാന്നുള്ളതാണ് അവരിപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയ. അപ്പൊ അതില് അസസ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ഞാൻ പറഞ്ഞിരുന്നു, ക്വിസിസ് അല്ലെങ്കിൽ കഹൂത്ത്. പ്രസന്റേഷന് വേണ്ടി, ഇന്ററാക്റ്റീവ് പ്രസന്റേഷന് വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു മീഡിയ പരിചയപ്പെടുത്താം. ഇത് ക്ലാസ് മുറിയിലും ഉപയോഗിക്കാം, വേണമെങ്കിൽ ഓൺലൈനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. പക്ഷെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടാവണം. മെന്റിമീറ്റർ എന്ന് പറയുന്ന ഒരു സൈറ്റ്, mentimeter.com. നിങ്ങൾ എല്ലാവരും ഈ സമയം കൊണ്ട് തന്നെ സമയം ലാഭിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്തോളൂ. മറ്റൊരു ബ്രൗസറോ മറ്റോ എടുത്ത് വെച്ച് menti.com എന്ന സൈറ്റ് ഒന്ന് കയറാൻ പറ്റും, ശ്രമിച്ചു നോക്കാം. menti.com, MENTI, മെന്റിമീറ്റർ എന്ന് പോണ്ട, MENTI, menti.com എന്ന് പറയുന്ന ഒരു സൈറ്റിൽ ലോഗിൻ ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് ശ്രമിച്ചു നോക്കാം. എന്റെ സൈറ്റ് അഡ്രസ് നമ്മുടെ ചാറ്റ് വിൻഡോയിൽ അടിച്ചിട്ടുണ്ട്. ആക്ച്വലി മെന്റിമീറ്റർ എന്ന് പറയുന്ന സൈറ്റിൽ പോയിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അത് എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളോട് മെന്റിമീറ്റർ എന്ന് പറയുന്ന menti.com എന്ന് പറയുന്ന സൈറ്റിലേക്ക് പോകാൻ പറഞ്ഞത്.
ഞാൻ ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കുന്ന സ്ക്രീൻ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീനിൽ കാണാം. ഇൻഹാൻസ് പ്രസന്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രസന്റേഷൻ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള സ്റ്റെപ്സ് ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സംതിങ് അബോർട്ടഡ്. അഗൈൻ വൺസ് അഗൈൻ ട്രൈ ചെയ്യുന്നു. ഇത് ഓൺലൈൻ വർക്ക് ആയതുകൊണ്ട് നമുക്ക് നേരത്തെ ചെയ്തു വെക്കാൻ വേണമെങ്കിൽ. ഓക്കെ, ഇറ്റ് ഈസ് സക്സസ്. ഇതിന്റെ ഒരു ഉപയോഗം ഇപ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ വിചാരിക്കാം. ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്കൊരു ആക്ടിവിറ്റി പോലെ ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു ടോപ്പിക് കൊണ്ട് എന്താണ് ഉപയോഗം? നമ്മൾ ഡിസ്കഷന് വേണ്ടി ഒരു ചോദ്യം ഇടുന്നു. ഡിസ്കഷന് വേണ്ടി ഒരു ചോദ്യം ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിൽ പറയാനുള്ള ഐഡിയ ഉണ്ടാവും, പക്ഷെ എല്ലാവർക്കും പറയാൻ ചിലപ്പോൾ ധൈര്യം ഉണ്ടാവും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെ എഴുതി വാങ്ങാം. എല്ലാവരും എഴുതി വാങ്ങിക്കഴിഞ്ഞ് പിന്നെ ടീച്ചർ അത് ക്ലാസ് പ്രസന്റ് ചെയ്യുമ്പോഴേക്കും സമയം ഒരുപാട് പോകും. ഇത്രയൊക്കെ സിറ്റുവേഷനിൽ എന്ന് വെച്ചാൽ ക്ലാസ്സിലെ എല്ലാവർക്കും പ്രസന്റ് ചെയ്യും വേണം, എന്നാൽ നമുക്ക് കുറച്ച് സമയം കൊണ്ട് പ്രസന്റ് ചെയ്യണം, ഓരോരുത്തരോട് ചോദിക്കാനുള്ള സമയമില്ല. ഇത്തരം സമയങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് മെന്റിമീറ്റർ എന്ന് പറയുന്ന ഈ സൈറ്റ്. നിങ്ങൾ menti.com എന്ന് പറയുന്ന സൈറ്റിൽ കയറിയോ എന്നുള്ളതൊന്ന് പറയാമോ? സർ, സ്റ്റുഡൻസിനൊന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? കോഡ് ചോദിക്കുന്നു. ഓക്കെ, ആ ഒരു സ്റ്റേജിലാണ് നിങ്ങൾ നിൽക്കേണ്ടത്. ഇപ്പോ ഞാനൊരു ചർച്ചയ്ക്ക് വേണ്ടി ഒരു ടോപ്പിക് തരുന്നു. ഇങ്ങനൊരു ഓൺലൈൻ ക്ലാസ് ഇപ്പൊ സാറ് അറേഞ്ച് ചെയ്ത് തന്നു. ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് യൂസ്? ഇപ്പൊ എല്ലാവർക്കും മനസ്സിൽ പറയാൻ എന്തെങ്കിലും ഒരു ആശയം ഉണ്ടെന്ന് വിചാരിക്കാം. ഇത്തരം ഒരു ക്ലാസ് കൊണ്ട് എന്താണ് യൂസ്? ഇതാണ് എന്റെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദിസ് ക്ലാസ്? ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഉപയോഗം? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചർച്ച ചെയ്യാതെ നിങ്ങൾ മനസ്സിലുള്ള ഐഡിയാസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അനോണിമസ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പേര് കൊടുത്തോ പറയണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഞാൻ ഇപ്പൊ ഇതിനെ ഉപയോഗിക്കുന്നത്. കോഡ് ഇവിടെ വന്നു, 221741 221741 എന്ന് പറയുന്ന ഈ കോഡ് ശ്രദ്ധിക്കുക. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആ ബ്രൗസറിൽ ആ കോഡ് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴെയായിട്ട് നിങ്ങൾക്ക് ആൻസർ അടിക്കാനുള്ള ഒരു വിൻഡോ വരും. അവിടെ എന്തെങ്കിലും ഇപ്പൊ ജസ്റ്റ് നമുക്ക് ഇതിന്റെ പ്രവർത്തനം അറിയണമെന്നേ ഉള്ളൂ. ഇപ്പൊ ഈ കറക്റ്റ് ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണമെന്നില്ല. ഇത്തരം ഒരു ക്ലാസ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഉപയോഗം ഉണ്ടെങ്കിൽ അത് ഉണ്ടെങ്കിൽ പറയുകയും ചെയ്യാം. അങ്ങനെ നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യുക, താഴെ സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഈ പ്രസന്റേഷൻ എല്ലാവർക്കും കാണാം അല്ലെ? പ്രസന്റ് ചെയ്തത് ആരാണെന്ന് പറയില്ല, പക്ഷെ ഒരു പോയിന്റ് അവിടെ വന്നിട്ട് ഹെൽപ്പ് ടു ഇംപ്രൂവ് പ്രസന്റേഷൻ സ്കിൽ. നമ്മുടെ പ്രസന്റേഷൻ സ്കില്ല് ഇംപ്രൂവ് ചെയ്യണം എന്ന് പറയുന്നതാണ് ഈ ക്ലാസ് കൊണ്ടുള്ള ഒരു ഉപയോഗം. ഒരാൾക്കുണ്ട് ഇഫക്റ്റീവ് ആയിട്ട് ക്ലാസ് എടുക്കാൻ പറ്റണം. ഇറ്റ് വിൽ ഹെൽപ്പ് അസ് ടു മേക്ക് ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ടീച്ചിങ് മെത്തേഡ്സ്. ഇത് ആരാണ് പ്രസന്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയോ? പരസ്പരം അറിയോ? നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ഓഡിയൻസിലെ കുറച്ച് പേരാണ് പ്രസന്റ് ചെയ്യുന്നത്. ഞാനിപ്പോ ഒന്നും ചെയ്യുന്നില്ല. യു ക്യാൻ വാച്ച് മീ. ഞാനിപ്പോ ഒന്നും ചെയ്യാതിരിക്കുകയാണ്. ഈ സമയത്ത് ഇത് പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അഥവാ ഈ പോയിന്റ്സ് ഈ പ്ലാറ്റ്ഫോമിൽ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെയാണ്, ഓഡിയൻസ് ആണ്. ഇത് ക്ലാസ് റൂമിലും ചെയ്യാം. കാരണം ഈ സ്ക്രീൻ നമുക്ക് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സ്ക്രീൻ നമുക്ക് വൈറ്റ് ബോർഡിലേക്ക് പ്രൊജക്ടറിലേക്ക് പ്രൊജക്ട് ചെയ്താൽ മാത്രം മതി. ഇപ്പൊ 4 പോയിന്റ് ഇവിടെ പ്രൊജക്ട് ചെയ്തു. ടു ലേൺ ഫോർ ഫ്യൂച്ചർ പ്രാക്ടീസ്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാമല്ലോ ആരൊക്കെയാണ് അടിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെയുള്ള ഒരു പ്രശ്നം, മനസ്സിലെ ഇപ്പൊ എന്റെ മനസ്സിൽ പറയുന്ന പോയിന്റ് ശരിയാണോ എന്ന് സംശയമുള്ള ഒരാൾക്കും ഈ പ്ലാറ്റ്ഫോം നമുക്ക് സജസ്റ്റ് ചെയ്യാം. കാരണം മിക്കവാറും ഒരു ക്ലാസ്സിലെ ഇന്ററാക്ഷൻ മോശമാക്കുന്നത് ഈ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. ഞാൻ പറയുന്നത് ശരിയാവോ തെറ്റാവോ എന്നൊരു പേടി. അങ്ങനെ ഒരു പേടി ഇല്ലാതെയും പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇപ്പൊ പ്രസന്റ് ചെയ്ത മെന്റിമീറ്റർ. ഇന്ററാക്റ്റീവ് പ്രസന്റേഷൻ അഥവാ ഓഡിയൻസ് പ്രസന്റേഷൻ. ഇവിടെ വേണമെങ്കിൽ ഇപ്പൊ ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആണ് തന്നത്. ഇതിന് പകരം വേണമെങ്കിൽ ഒരു പോൾ ചെയ്യാം, അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ തരാം. ഇതൊക്കെ ഇതിൽ പോസിബിലിറ്റീസ് ഉണ്ട്. അത് നിങ്ങൾ ഈ mentimeter.com എന്ന് പറയുന്നതിൽ പോയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. സാർ, നമ്മുടെ സെക്കൻഡ് സെഷന്റെ ടൈം ഇപ്പൊ ഉണ്ടോ? അധികം ഉണ്ടോ? ചെറിയൊരു
10 minutes കൂടി ഉള്ളൂ. അപ്പൊ ഞാൻ ഒരു ഫീഡ്ബാക്ക് ഫോം കൂടി ചെയ്ത് നമുക്ക് എല്ലാവരുടെയും ഒന്ന് ക്യാമറ ഒന്ന് സാർ അലോ ചെയ്യാം. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വൈൻഡ് അപ്പ് സെഷനിലേക്ക് കിടക്കാം. ക്യാമറ ഓൺ ആക്കാവോ സ്റ്റുഡൻസ്? സാർ വീഡിയോ ഓൺ ആക്കിയാലേ ചിലപ്പോൾ ഞങ്ങൾക്ക് നെറ്റ്വർക്ക് കുറവായതുകൊണ്ട് കണക്ഷൻ പോകും. ഓക്കെ, ചെയ്യാൻ പറ്റുന്നവർ ചെയ്യും. ഓക്കെ, നമ്മൾ ഒരു 6 പേര് സ്ക്രീൻ കാണുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്കിപ്പോൾ ഈ ചെയ്ത വർക്കിന്റെ ഒരു ഫീഡ്ബാക്ക് കൂടി പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് മറ്റൊരു പ്ലാറ്റ്ഫോം കൂടി ഉപയോഗിച്ചിട്ടുകൊണ്ടാണ്. പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അഗെയിൻ നമുക്ക് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാനോ ക്വസ്റ്റ്യൻ ചോദിക്കാനോ ഒക്കെ സഹായകരമായിട്ടുള്ള ചില പ്ലാറ്റ്ഫോമുകളുണ്ട്. അത്തരം ചില പ്ലാറ്റ്ഫോമുകൾ കൂടി നമുക്ക് കാണാം. അതിൽ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നല്ല പരിചയമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എന്താ പറയാ, ഗൂഗിൾ ഫോംസ്. ഗൂഗിൾ ഫോംസ് കേട്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ ഓൾറെഡി? ഓക്കെ ഓക്കെ, ഗൂഗിൾ ഫോമിൽ നമുക്ക് നമ്മുടെ ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യലും മാത്രമല്ല ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യലും ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്റെ സ്ക്രീൻ നിങ്ങൾക്ക് കാണുന്നുണ്ട്. സാധാരണ നമ്മൾ ഫോംസ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? forms.google.com എന്നുള്ള സൈറ്റിൽ പോവുക. ഫോംസിലെ ഒരു 6 മിനിറ്റ്സ് കൂടെ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഞാനിത് ഫോം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു ഫീഡ്ബാക്ക് പറയാമോ? നിങ്ങൾ മൈക്ക് ഫോൺ ആണ്, നിങ്ങൾക്ക് പറയാമോ? എനിക്ക് കേൾക്കാം. ക്ലാസിന്റെ ആണോ? ക്ലാസിന്റെ ഫീഡ്ബാക്ക് പറഞ്ഞു. ഈ ഒരു ടോപ്പിക്കിൽ, അതായത് ഈ റിലേറ്റഡ് ഫീൽഡിൽ ഇതുവരെ ഇതുപോലൊരു ക്ലാസ് കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് ഇപ്പൊ BEd അങ്ങനെ ഒരു കോഴ്സ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇപ്പം ഇപ്പോഴാണെങ്കിൽ നെറ്റ് പോലുള്ള എക്സാമിനെല്ലാം ഇതൊരു പേപ്പറായിട്ട് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് ഇതൊരു ബേസ് ആയിട്ടെങ്കിലും ഞങ്ങൾക്ക് മുന്നോട്ടേക്ക് ഒരു ഇനീഷ്യേഷൻ എടുക്കാൻ ഈ ടോപ്പിക്കിലൊരു കൂടുതൽ ലേണിംഗ് നടത്താൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്ഫുൾ ആയിരുന്നു. സാർ, ടോപ്പിക് ക്ലാസ് നല്ലതായിരുന്നു. പിന്നെ എങ്ങനെ പഠിപ്പിക്കണമെന്നും എങ്ങനെ പഠിക്കണമെന്നും പഠിക്കാൻ പറ്റി. നമ്മൾ പഠിക്കുമ്പോൾ നമ്മളൊരു കാര്യം എങ്ങനെ പഠിക്കണം, നമ്മൾ റിമെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മളൊരു ക്രിയേറ്റീവ് ലെവലിലേക്ക് നമ്മളെ തന്നെ നമുക്ക് എങ്ങനെ ഉയർത്താമെന്നും അതുപോലെ തന്നെ അത് ബാക്കിയുള്ളവർക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാമെന്നും പഠിക്കാൻ പറ്റി. ഭയങ്കര എഫക്റ്റീവ് ആണ് ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു സാർ. നീതുവിനെ കാണും. അരുൺ വീഡിയോ ഓൺ ആക്കിയിട്ട് പറയും. പറഞ്ഞോളൂ. വളരെ നല്ല യൂസ്ഫുൾ ആയിട്ട് ക്ലാസ് ആയിരുന്നു. പിന്നെ വെച്ചാൽ ഈ പുതിയ ഒരു ടെക്നിക്കിനെ കുറിച്ചൊക്കെ പഠിക്കാൻ പറ്റി. ഞാനിപ്പോൾ ആലോചിക്കുന്നത് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ്. ഇപ്പം ആരോടും നമുക്ക് MPhil ഒക്കെ പഠിക്കാൻ നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കുന്നതാണ്. കാരണം ഇപ്പൊ നമുക്ക് ആരോടെങ്കിലും പറഞ്ഞു കൊടുക്കാനാണെങ്കിലും നമ്മൾ പഠിച്ച കോളേജിലൊക്കെ പോവുകയാണെങ്കിലും ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പൊ അതിന് വളരെ നല്ലൊരു യൂസ്ഫുൾ ആയ ക്ലാസ് ആണ് സാർ. ഞാനിപ്പോ നമ്മുടെ ചാറ്റ് വിൻഡോയിൽ ഒരു ഫോം ഷെയർ ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് ഫില്ല് ചെയ്യണം നിങ്ങൾ. ഇനിയിപ്പോ ക്ലാസ് കഴിഞ്ഞിട്ടായാലും മതി. ഇപ്പൊ ഫോം ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചോളൂ. കാരണം സെഷൻ ക്ലോസ് ആയി കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു അഡ്രസ്സ് ഒന്ന് കോപ്പി ചെയ്ത് നിങ്ങളുടെ കയ്യിലൊന്ന് വെച്ചോളൂ. ബ്രൗസറിൽ ഓപ്പൺ ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഫോം ക്രിയേറ്റ് ചെയ്യുക പറയുന്നത് വളരെ ഈസി പ്രോസസ്സാണ്. ഫോംസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യണം, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് റെസ്പോൺസസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീൻ കാണാമല്ലോ. റെസ്പോൺസസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റെസ്പോൺസ് കാണാം. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഇത് നമുക്കൊരു എക്സൽ ഷീറ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ചെയ്യാം.
നമുക്ക് കിട്ടുന്ന അത് പലതരം ഡാറ്റ കളക്ട് ചെയ്യാൻ നമുക്ക് ഈ ഫോം ഉപയോഗിക്കാം. നമുക്കൊരു ടെസ്റ്റ് പരീക്ഷ നടത്താനോ റെസ്പോൺസ് എടുക്കാനോ ഫീഡ്ബാക്ക് എടുക്കാനോ രജിസ്ട്രേഷനോ ഒക്കെ ഈ ഫോം യൂസ് ചെയ്യാം. ഇതെല്ലാം നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലാണ് സേവ് ആവുക. ഒരു ടൂൾ നിങ്ങൾ ഓൾറെഡി പരിചയം ഉണ്ടെന്ന് പറഞ്ഞു. അതിലിപ്പോ 0 റെസ്പോൺസ് പറഞ്ഞാൽ ഇതുവരെ ആരും റെസ്പോണ്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ ലിങ്കിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ റെസ്പോൺസ് കിട്ടും. അതേപോലെ ഞാനിപ്പോ ഈ ഫീഡ്ബാക്ക് ഫോം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റും. എല്ലാവരുടെയും റെസ്പോൺസ് പരസ്പരം കാണാവുന്ന രീതിയിലും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫീഡ്ബാക്ക് ഫോം ഉണ്ട്. അതിൽ എല്ലാവരും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. താങ്ക് യു ഫോർ വാച്ചിങ് ദ സെഷൻ സർ. താങ്ക് യു സർ, താങ്ക്സ് എ ലോട്ട്. വളരെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ സിലബസിൽ ഞങ്ങൾക്കുള്ളത് ടീച്ചിങ് മെത്തേഡ്സ് എന്നൊരു ഓപ്ഷനാണ്. അത് കൂടാതെ ഞങ്ങളുടെ സ്റ്റുഡൻസിൽ ഒരു 10ഓളം പേര് ടീച്ചിങ് പ്രൊഫഷനിലേക്ക് ഇത് കഴിയുമ്പോൾ പോകാറുണ്ട്, പ്രാക്ടീസിന് പോകാതെ ടീച്ചിങ് പ്രൊഫഷനിലേക്ക് പോകാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സർ, താങ്ക്സ് എ ലോട്ട്. ഓക്കെ റൈറ്റ് സർ. അപ്പോൾ കുട്ടികളുടെ ഫീഡ്ബാക്ക് ഫോം ഒന്ന് ഫിൽ ചെയ്യാൻ പറയാം. ഞാൻ അതിന്റെ കോപ്പി സാറിനും ഷെയർ ചെയ്ത് തരാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് തന്നെ തിരിച്ച് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ റൈറ്റ് സർ.